തോക്കിൻ മുനയിൽ നിർത്തി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ BJP നേതാവിനെതിരെ FIR രജിസ്റ്റർ ചെയ്തു. ജോലി വാഗ്ദാനം ചെയ്ത് മധുരയിൽ നിന്നുള്ള BJP നേതാവ് പീഡിപ്പിച്ചുവെന്നാണ് ഡൽഹി സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ ആരോപിക്കുന്നത്. BJP കിസാൻ മോർച്ച മുൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും അഖില ഭാരതീയ ക്ഷത്രിയ മഹാസഭാംഗവുമായ നേതാവിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം ആരോപണങ്ങൾ BJP നേതാവ് തള്ളിയിട്ടുമുണ്ട്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തൻ്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമാണെന്നും ഇയാൾ പറഞ്ഞു. ഫേസ്ബുക്ക് വഴിയാണ് BJP നേതാവിനെ പരിചയപ്പെട്ടതെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. 4 വർഷമായി സൗഹൃദമുണ്ട്. ഒരു NGOയുടെ സ്ഥാപകനാണ് അയാൾ. കഴിഞ്ഞ സെപ്റ്റംബറിൽ നമ്മൾ NGOയിൽ ചില പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. സെപ്റ്റംബർ 14 ജോലിയുടെ ഭാഗമായി മധുരയിലെത്തണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. തുടർന്ന് അന്നേ ദിവസം താൻ ഒരു സുഹൃത്തിനൊപ്പം നാർഹോളയിലെത്തി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അവിടെ നിന്ന് BJP നേതാവും അയാളുടെ സഹപ്രവർത്തകനും ചേർന്ന് ഞങ്ങളെ വാഹനത്തിൽ ഗോവർദ്ധൻ റോഡിലെ GS ഫാമിലെത്തിച്ചു. അവിടെ ഒരു മുറിയിലായിരുന്നു നമ്മൾ താമസിച്ചത്. തുടർന്ന് ജോലി സംബന്ധമായ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അയാൾ എൻ്റെ സുഹൃത്തിനോടും അയാളുടെ സഹപ്രവർത്തകരോടും മുറിക്ക് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട് കതകടച്ചു. പിന്നാലെ തോക്ക് പുറത്തെടുക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു. വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തി. ശേഷം ഞങ്ങളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുകയും അടുത്ത തവണ എന്നോട് ഒറ്റയ്ക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. സംഭവം നടന്ന് പിറ്റേ ദിവസം തന്നെ പോലീസിൽ പരാതി നൽകിയെങ്കിലും സ്വാധീനമുള്ള വ്യക്തിയായതിനാൽ പോലീസുകാർ അവഗണിച്ചുവെന്നും യുവതി പറയുന്നുണ്ട്. ഏറെ നാൾ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയെങ്കിലും നടപടിയുണ്ടാകാത്തതിനാൽ ഡൽഹിയിലെ ഉന്നത അധികൃതർക്ക് പരാതി നൽകിയെന്നും യുവതി പറഞ്ഞു. തുടർന്ന് സംഭവം നടന്ന് 3 മാസങ്ങൾക്ക് ശേഷമാണ് BJP നേതാവിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. മൊഴിയെടുക്കുന്നതിനായി താമസിയാതെ യുവതിയെ മജിസ്ട്രേറ്റിന് മുന്നിലെത്തിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. Don't worry money ഉണ്ടെന്നീ മണി ഈസിയായി നേടൂ വള്ളുവനാട് ഈസി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും.